ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് പ്രാർത്ഥനയോടെ ധ്യാനിക്കാം. തേനിൽ മധുരത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പുറപ്പാട് പുസ്തകം 8-ാം അധ്യായം 15-ാമത്തെ വചനത്തിൽ, എന്നാൽ സ്വൈര്യം വന്നു എന്ന് ഫറവോൻ കണ്ടാറെ, യഹോവ അരുളി ചെയ്തിരുന്നത് പോലെ അവൻ തൻ്റെ ഹൃദയത്തെ കഠിനമാക്കി അവരെ ശ്രദ്ധിച്ചതുമില്ല. മിസ്രയീമിലെ രാജാവാണ് ഫറവോൻ. തൻ്റെ രാജ്യം ഇപ്പോൾ വലിയ പ്രതിസന്ധിയുടെ നടുവിൽ അകപ്പെട്ടിരിക്കുന്നു. മന്ത്രവാദികൾക്ക് പരിഹരിക്കുവാൻ പറ്റാത്ത പ്രശ്നമാണ് താൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ ന്യായവിധിയുടെ ഭാഗമായി പല ബാധകൾ അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് ദൈവത്താൽ അയക്കപ്പെടുകയാണ്. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് ഈ രാജാവ് മോശയെയും അഹരോനെയും വിളിപ്പിക്കുന്നത്. മോശയും അഹരോനും സഹോദരന്മാരാണ്, ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരാണ്. ദൈവജനത്തെ ആരാധിക്കുവാൻ വിട്ടയക്കണം എന്ന് ഫറവോനോട് അവരാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ ഫറവോൻ അവരുടെ വാക്ക് കൈക്കൊണ്ടില്ല എന്ന് മാത്രമല്ല, അവരെ പല നിലകളിൽ നിന്ദിച്ച് അയക്കുകയും ചെയ്തു. അങ്ങനെ നിന്ദിച്ചയച്ച ഫറവോൻ നിന്ദിച്ചയച്ച മോശയെയും അഹരോനെയും ഇപ്പോൾ വിളിപ്പിച്ചിട്ട്, ബാധ എന്നെ വിട്ടു മാറേണ്ടതിന് യഹോവയോട് പ്രാർത്ഥിപ്പീൻ, എന്നാൽ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ ഞാൻ ജനത്തെ വിട്ടയക്കാം എന്ന് പറയുകയാണ്. അപ്പോൾ മോശ ഫറവോനോട് പറഞ്ഞത്, ബാധ നിന്നെയും നിൻ്റെ ഗ്രഹത്തെയും വിട്ടു നീങ്ങി നിനക്കും നിൻ്റെ ഭൃത്യന്മാർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം, അതിന് നീ ഒരു സമയം നിശ്ചയിച്ചാലും എന്ന് പറഞ്ഞു. നാളെ ആകട്ടെ എന്ന് പറഞ്ഞ് ഫറവോൻ അവരെ അയക്കുകയാണ്. അങ്ങനെ മോശ പ്രാർത്ഥിച്ചു. മോശയുടെ പ്രാർത്ഥന പ്രകാരം ദൈവം ആ പ്രശ്നത്തിന് പരിഹാരം നൽകി. ദേശം സമാധാനം ഉള്ളതായിട്ട് മാറി, ദേശത്തിന് സ്വൈര്യം വന്നു. എന്നാൽ സ്വൈര്യം വന്നു എന്ന് ഫറവോൻ കണ്ടപ്പോൾ യഹോവ അരുളി ചെയ്തിരുന്നത് പോലെ അവൻ തൻ്റെ ഹൃദയത്തെ കഠിനമാക്കി പിന്നെ അവരെ ശ്രദ്ധിച്ചതുമില്ല. ചില മനുഷ്യർ ഇങ്ങനെയാണ്, എപ്പോഴും തങ്ങളുടെ കഷ്ടതകളിൽ നിന്ന് ആശ്വാസം വേണമെന്ന് അവർ ആഗ്രഹിക്കാറുണ്ട്. ആശ്വാസം ലഭിക്കുവാൻ വേണ്ടി അവർ മോശയെയും അഹരോനെയും പോലെ ദൈവത്തിൻ്റെ ദാസന്മാരെ വിളിപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുവാനോ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാനോ ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുവാനോ അവർക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് പ്രശ്നപരിഹാരം സംഭവിച്ച് കഴിഞ്ഞതിന് ശേഷം അവർ പിന്നെയും തങ്ങളുടെ ഹൃദയത്തെ പഴയതുപോലെ കഠിനമാക്കിക്കൊണ്ട് ജീവിക്കുന്നു എന്ന് നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ ജീവിതം പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. എല്ലാവരും ദൈവത്തെ പ്രതീക്ഷിക്കുന്നത് ചോദിക്കുന്നവർക്കെല്ലാം ചോദിക്കുന്നതെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ജാലക്കാരനെ പോലെ ആണ് മഹാദൈവത്തെ പലരും മനസ്സിലാക്കിയിട്ടുള്ളത്. ചിലരാകട്ടെ രോഗം വരുമ്പോൾ മാത്രമാണ് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുന്നത്. സ്വന്തം പരിശ്രമത്താൽ പരിഹരിക്കുവാൻ കഴിയാത്ത വിഷയങ്ങൾ വരുമ്പോൾ മാത്രമാണ് മറ്റു ചിലർ ദൈവത്തെ അന്വേഷിക്കുന്നത്. അവരുടെ പ്രശ്നത്തിന് ദൈവം കരുണ കാണിച്ച് മനസ്സലിഞ്ഞ് പരിഹാരം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പഴയ നിലപാടുകളിൽ അവർ ഉറച്ചു നിൽക്കുന്നു. ഈജിപ്തിലെ രാജാവായ ഫറവോൻ ഇതിന് നല്ലൊരു ദൃഷ്ടാന്തമാണ്. പ്രാർത്ഥനയിൽ എല്ലാവർക്കും വിശ്വാസമുണ്ട്, പ്രാർത്ഥിച്ചാൽ കാര്യങ്ങൾ പരിഹരിക്കപ്പെടും എന്ന് പലരും മനസ്സിലാക്കിയിട്ടുമുണ്ട്. എന്നാൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചതിന് ശേഷം, സ്വൈര്യം വന്നതിന് ശേഷം ദൈവത്തെ മറന്ന് ജീവിക്കുന്നത്, നന്ദികെട്ടവരായി ജീവിക്കുന്നത് എത്രയോ നന്ദിയില്ലായ്മയാണ്, ഭോഷത്തരമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ഈ വചനം കേൾക്കുന്ന അനേകരുടെ ജീവിതത്തിൽ അവർക്ക് പരിഹരിക്കുവാൻ പറ്റാത്ത ധാരാളം പ്രശ്നങ്ങൾക്ക് പ്രാർത്ഥനയാൽ ദൈവം പരിഹാരം കൊടുത്തിട്ടുണ്ട്. എന്നാൽ അവരുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടതിന് ശേഷം വീണ്ടും പാപവഴികളിലേക്ക് തിരിഞ്ഞ് ജീവിക്കുന്നത് കാണുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം വല്ലാതെ ദുഃഖിക്കുന്നു. നമ്മുടെ ഹൃദയം ഒരിക്കലും ഫറവോൻ്റെ ഹൃദയം കഠിനപ്പെടുത്തരുത്. കാര്യങ്ങളെല്ലാം സാധിച്ചു തരുന്ന ഒരു ഇന്ദ്രജാലക്കാരനായി മാത്രം ദൈവത്തെ കാണരുത്. ഓരോ പ്രാർത്ഥനകൾക്കും ദൈവം മറുപടി നൽകുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി ജീവിതകാലം മുഴുവൻ നാം
ജീവിക്കണം എന്നാണ് ദൈവത്തിന് നമ്മോട് ആവശ്യപ്പെടുവാനുള്ളത്. ദൈവത്തിൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കാതെ നാം ജീവിക്കുവാൻ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കണം എന്നുള്ളത് നാം ഒരിക്കലും മറന്നു പോകരുത്. അതുകൊണ്ട് നാം ഫറവോനെ പോലെ ആകാതിരിപ്പാൻ ഓരോ പ്രാർത്ഥനകൾക്കും മറുപടി കർത്താവ് തരുമ്പോൾ നന്ദിയുള്ളവരായി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. ദൈവം പ്രാർത്ഥന കേൾക്കും. ദൈവം നമ്മുടെ ജീവിതത്തിൽ സ്വൈര്യത്തിൻ്റെ അനുഭവങ്ങൾ, സമാധാനത്തിൻ്റെ അനുഭവങ്ങൾ നൽകും. എന്നാൽ പിന്നത്തേതിൽ നമ്മുടെ ജീവിതം ദൈവത്തോട് നന്ദിയുള്ളതായിരിക്കണം, ദൈവത്തിൻ്റെ വഴിയിൽ കൂടി നടക്കുന്നതായിരിക്കണം. ഞങ്ങളെ സ്നേഹിക്കുന്ന, പ്രാർത്ഥന കേൾക്കുന്ന ഞങ്ങളുടെ ദൈവമേ, നന്ദിയുള്ളവരായി ജീവിപ്പാൻ എല്ലാവർക്കും കൃപ നൽകണം. എത്രയോ പ്രാർത്ഥനകൾക്ക് കഴിഞ്ഞ നാളുകളിൽ ദൈവം മറുപടി തന്നു. എന്നാൽ ആ ദൈവത്തെ സ്നേഹിക്കുവാനോ സേവിക്കുവാനോ കഴിയാതെ ഹൃദയകാഠിന്യത്തോടെ ജീവിക്കുന്ന അനേകരുണ്ടല്ലോ. അവർക്കെല്ലാം ഒരു മടങ്ങിവരവും മാനസാന്തരവും ദൈവം കൊടുക്കണം. എല്ലാവരും നന്ദിയുള്ളവരായി ജീവിതകാലം മുഴുവൻ കഴിക്കുവാൻ കൃപ കൊടുക്കണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. യേശുവേ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവേ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കും